നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂരിൽ കെട്ടിടത്തിന് സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരണത്തിന് കാരണമായത് ബീവറേജ് ഔട്ട്ലെറ്റിലുണ്ടായ കശപിശയെ തുടർന്നുള്ള മർദ്ദനം. വയോധികന്റെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന്റെ നിർണായക CCTV ദൃശ്യം എഡിറ്റർ ലൈവിന്. CCTVയിൽ പതിഞ്ഞത് തേഞ്ഞുമായുമായിരുന്ന മരണത്തിന്റെ തുമ്പ്. പ്രതി താനൂർ സ്വദേശി ആബിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരൂർ പോലീസ്. പ്രതിയെ ഉച്ചയ്ക്ക് ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശനിയാഴ്ച രാവിലെ തിരൂർ കേജിപ്പടിയിലെ ബീവറേജിന് എതിർവശത്തെ കെട്ടിടത്തിന് താഴെ കോഴിക്കോട് സ്വദേശി ഹംസ എന്ന രജനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ നിർണായക ദൃശ്യമാണ് എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നത്. ശനിയാഴ്ച രാത്രിയാണ് പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ആബിദിനെ തിരൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് തിരൂരിലെത്തിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വെള്ളിയാഴ്ച പകൽ ആബിദിന്റെ ആക്രമണത്തിന് ഇരയായതിനെ തുടർന്നുണ്ടായ ആന്തരിക പരിക്കാണ് രജനിയുടെ മരണത്തിൽ കലാശിച്ചിട്ടുള്ളത്. ഉച്ചക്ക് 2 മണിയോടെ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ വെച്ചാണ് ആബിദ് രജനിയെ ആക്രമിക്കുന്നത്. ഇവിടെ വെച്ച് രജനിയെ ആബിദ് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ആന്തരിക പരിക്കേറ്റ രജനി രാത്രിയോടെ രക്തം ഛർദ്ദിക്കുകയും മരണപ്പെടുകയുമായിരുന്നു. ബീവറേജിന് എതിർവശത്തുള്ള കെട്ടിടത്തിന് താഴെയായിരുന്നു മൃതദേഹം കിടന്നിരുന്ന ഭാഗത്ത് നിന്ന് കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് രക്തത്തുള്ളികൾ കണ്ടത് ദുരൂഹത സൃഷ്ടിച്ചിരുന്നു. ബീവറേജിലെ CCTVയിലാണ് കേസിൽ നിർണായകമായ മർദ്ദനം പതിഞ്ഞിട്ടുള്ളത്. രജനിയുടെ ശരീരത്തിൽ ബാഹ്യപരിക്കുകളില്ലാത്തതിനാൽ മരണകാരണം സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ശക്തമായ അടിയേറ്റുണ്ടായ ആന്തരിക പരിക്കാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് ആബിദിനെ പോലീസ് പിടികൂടിയത്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.